ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം പാഴായിപ്പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടും അതുപോലെ തന്നെ പീച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതോടൊപ്പം തന്നെ പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലെയും ഗ്രൗണ്ടുകൾ മാത്രം എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു യുവതലമുറ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകളിൽ വരുമ്പോൾ തന്നെ ആ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വളർത്തുന്നതിനുള്ള സമയത്ത് അവർക്ക് കഴിഞ്ഞ 5-6 വർഷമായി ആ ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് പൊളിച്ചിട്ട് അവിടെ യാതൊരു തരത്തിലുള്ള കായിക അഭ്യാസങ്ങളും നടത്താൻ കഴിയാതെ വന്നപ്പോൾ ഒരു തലമുറയുടെ കായിക അഭ്യാസത്തെ പോലും തകർത്ത് കളഞ്ഞുകൊണ്ട് ഈ MLAയുടെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സ്കൂളുകളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവരുടെ കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ കഴിയാതെ ആരോഗ്യപരമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം സൃഷ്ടിച്ചതിന് പൂർണ്ണ ഉത്തരവാദി ഒല്ലൂർ നിയോജകമണ്ഡലം MLA ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഗ്രൗണ്ടിന്റെ വികസനമൊക്കെ പറഞ്ഞ് കടന്നുപോയി താൽക്കാലികമായി ചില തട്ടിക്കൂട്ട് ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി കടന്നു പോകുമ്പോൾ മന്ത്രി രാജൻ തിരിച്ചറിയണം, ഒരു MLA പോലും അല്ലാതിരുന്നിട്ട് കൂടി അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത് ഇതേ സംവിധാനത്തിൽ തന്നെ പീച്ചിയിൽ പട്ടിളുംകുഴിയിൽ ടർഫ് കോർട്ടും ഫുട്ബോൾ ഗ്രൗണ്ടും ബാഡ്മിൻ്റൺ കോർട്ടും അതുപോലെ തന്നെ കൂട്ടാലയിലെ ബാഡ്മിൻ്റൺ കോർട്ടുമൊക്കെ ഈ ഗ്രാമത്തിലെ ഈ മലയോര പ്രദേശത്തെ ജനങ്ങൾക്ക് നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഉതകുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ മന്ത്രി രാജന് കഴിഞ്ഞിട്ടില്ല. ഈ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ 3 സ്കൂൾ ഗ്രൗണ്ടുകളാണ് കോടികൾ മുടക്കി അവിടെ മണ്ണും കല്ലും ഒക്കെ കൊണ്ട് നട്ടിമറച്ച് ഇങ്ങനെ കിടക്കുന്നത്. പാഴായിപ്പോയത് പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അതുപോലെ ഈ നാട്ടിലെയും യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നങ്ങളാണ് മണ്ണടിഞ്ഞു പോയത്.